ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്മനീർ പൂവിന്റെ ഇന്നത്തെ പുതിയ എപ്പിസോഡ് വീഡിയോയിലേക്ക് സ്വാഗതം. എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് സച്ചി മനഃപൂർവ്വമാണ് തന്നെ ഇങ്ങനെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നത് എന്നൊക്കെ കരുതിക്കൊണ്ട് തന്നെ സച്ചിയോട് പകരം വീട്ടാൻ ഒരുങ്ങി നിൽക്കുകയാണ് കേട്ടോ ശ്രുതി. ഇതേ സമയം തന്നെ വർഷ മരുന്ന് കഴിക്കാൻ മടിച്ചു നിൽക്കുന്ന സമയത്ത് ശ്രീകാന്ത് വേഗം രേവതിയെ വിളിച്ചു വരുത്തുന്നുണ്ട്. രേവതി പെട്ടെന്ന് പറയുന്നുണ്ട്, നീ മരുന്ന് കഴിച്ചില്ല എന്നാണെങ്കിൽ നിനക്ക് എന്നോട് സ്നേഹമില്ല എന്നാണ് വർഷ, നീ മരുന്ന് കഴിക്കണമെന്നൊക്കെ പറയുമ്പോഴത്തേക്കും മനസ്സോടു കൂടി തന്നെ വർഷ മരുന്ന് മേടിച്ച് കഴിക്കുന്നുണ്ട്. അങ്ങനെ രേവതി വളരെ സന്തോഷത്തോടെ പോകുന്ന സമയത്ത് ശ്രീകാന്ത് വർഷയോടായിട്ട് പറയുന്നുണ്ട്, നിന്റെ ഈ പ്രസവം കഴിയട്ടെ, എനിക്ക് 2 കുഞ്ഞുങ്ങൾ വേണമെന്നാണ് ആഗ്രഹം, ഇത് കഴിഞ്ഞ ഉടനെ തന്നെ അടുത്ത കുഞ്ഞിനെ ഞാൻ തരാട്ടോ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും വർഷ ദേഷ്യം കാരണം ശ്രീകാന്തിന്റെ ദേഹത്തേക്കായിട്ട് തലയണയൊക്കെ വെച്ച് എറിയുന്നുണ്ട് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് ശ്രുതിയാണ്. ശ്രുതി ബിയറൊക്കെ അടിച്ച് തന്റെ സങ്കടങ്ങൾ ആരും തന്നെ കേൾക്കാനില്ല, നിന്നോട് മാത്രം, ഇപ്പൊ നീ മാത്രമേ എനിക്ക് കൂട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മദ്യക്കുപ്പിയോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് ശ്രീകാന്ത് സച്ചി അങ്ങോട്ടേക്ക് വരുന്നത് കേട്ടോ. ഇവര് കാണുമ്പോൾ തന്നെ പറയുന്നത്, എനിക്കിപ്പോൾ ആരുമില്ല, എന്റെ സങ്കടങ്ങൾ തുറന്നു പറയാൻ എനിക്കിപ്പോൾ ആരുമില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്കും, നിനക്കും ആരുമില്ല, നിന്നോട് ആരാ പറഞ്ഞത് ശ്രുതി, നീ തന്നെയാണ് ഇങ്ങനെയൊക്കെ ചിന്തിച്ച് കൂട്ടുന്നതിനൊക്കെ സച്ചി പറഞ്ഞ് സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും എനിക്കിപ്പോൾ കമ്പനി കൂടാൻ ആരുമില്ല, നിങ്ങൾ ആരും തന്നെ എന്റെ സങ്കടം കേൾക്കാനും നിൽക്കുന്നില്ല, അതല്ലേ ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വരാത്തതെന്നൊക്കെ ശ്രുതി ചോദിക്കുമ്പോഴത്തേക്കും, ശ്രുതിയുടെ കത്തിയടി കേൾക്കാനുള്ള മടികാരനാണ് ഞങ്ങൾ വരാത്തതെന്ന് ശ്രീകാന്ത് മറുപടി പറയുന്നുണ്ട്. എന്നിരുന്നാലും ശ്രുതിയുടെ അവസ്ഥ കാണുമ്പോൾ ശ്രീകാന്ത് പറയണം, സച്ചിയാണ് നമുക്കൊരു കമ്പനി കൊടുത്തേക്കാം, പാവം ഇരിക്കുന്ന കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സച്ചിയും ശ്രീകാന്തും ശ്രുതിയുടെ കൂടെ ഇരിക്കുന്ന സമയത്തും ശ്രുതി എന്നെ പറ്റിച്ചു, അവൾ എന്നോട് എന്തിനാണ് ഇങ്ങനെയൊക്കെ ചതി ചെയ്തതെന്നും പറഞ്ഞുകൊണ്ട് വീണ്ടും ശ്രുതി ഇമോഷണൽ ആവുകയാണ്. ഇത് കാണുമ്പോൾ തന്നെ ശ്രീകാന്തും സച്ചിയും മുഖത്തോട് മുഖം നോക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു സമയം ശ്രുതി പറയുകയാണ്, ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് വരെ ഞാൻ സ്വപ്നം കണ്ടു, അതെന്നെ എന്നെ നോക്കി അച്ചായി എന്ന് വിളിക്കുന്നതും ആ കുഞ്ഞിനെ ഞാൻ അടുത്ത് താലോലിക്കുന്നതും എല്ലാം തന്നെ സ്വപ്നം കണ്ടു എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഇരുവർക്കും ഒരു സങ്കടമൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. കാരണം അതേ രീതിയിൽ തന്നെ ശ്രുതി ഭയങ്കരമായിട്ട് ഇമോഷണൽ ആവുന്നുണ്ട്. പെട്ടെന്ന് തന്നെ സച്ചി ശ്രുതിയെ സമാധാനിപ്പിച്ചൊക്കെ നിർത്തുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇവർ 3 പേരും കൂടി ബിയറൊക്കെ അടിച്ച് നിൽക്കുന്ന സമയത്താണ് രേവതി അങ്ങോട്ട് വരുന്നത്. രേവതിയെ കാണുമ്പോൾ തന്നെ ശ്രീകാന്ത് സച്ചിയുടെ രേവതി എടുത്തി എന്ന് പറയുകയും രേവതിയെ കാണുമ്പോൾ സച്ചി ഒന്ന് പരുങ്ങുകയും ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് തന്നെ രേവതി പറയുകയാണ്, ഇതിപ്പോൾ ശീലമായിക്കൊണ്ടിരിക്കുകയാണല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും, നിനക്ക് വേണമെന്ന് സച്ചി ചോദിക്കുന്നുണ്ട്. എനിക്ക് വേണം, മാത്രമല്ല കുഞ്ഞുണ്ടാവുന്നതിന്റെ പാർട്ടിനെ പറ്റി ഇപ്പൊ സംസാരിച്ചില്ല, അതുകൊണ്ട് തന്നെ ആ ഒരു പാർട്ടിയിൽ അച്ഛനെയും കൂടെ കൂട്ടണോ എന്ന് ഞാൻ ചോദിച്ചു നോക്കട്ടെ, അച്ഛ ഇങ്ങോട്ടേക്ക് വന്നേ എന്ന് താഴത്തേക്ക് നോക്കി വിളിച്ചതിന് ശേഷം തിരിഞ്ഞു നോക്കുന്ന സമയത്ത് 3 പേരെ അവിടെ കാണുന്നില്ല കേട്ടോ. പിന്നീട് കാണിക്കുന്ന ആന്റണിയാണ്. ആന്റണി ആണെങ്കിൽ ആരോ ഫോൺ വിളിച്ചതിന് ശേഷം എത്രയും വേഗം പണം തരണമെന്നൊക്കെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് ഗുണ്ടകളിൽ ഒരാള് നമ്മുടെ രേവതി വണ്ടി ഓടിച്ചുകൊണ്ട് വരുന്നതും വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് കടയിലേക്ക് കയറി പോകുന്നതും കാണുന്നത്. പെട്ടെന്ന് തന്നെ ഇയാള് ആന്റണി കാണിച്ചു കൊടുക്കുക. ആന്റണി നേരെ രേവതിയുടെ വണ്ടിയുടെ അടുത്തേക്ക് വന്ന് ചാരി നിൽക്കുകയും ചെയ്യുന്നുണ്ട്. കടയിൽ പോയിട്ട് വരുന്ന രേവതി ആന്റണിയെ കാണുമ്പോൾ ദേഷ്യം അടക്കാനാവും നിൽക്കാണ്ട്. പെട്ടെന്ന് തന്നെ രേവതിയെ കാണുമ്പോൾ ആന്റണി രേവതിയുടെ വണ്ടിയിലേക്ക് കൈവച്ചതിന് ശേഷം, ഒരുപാട് നാളായാലും കണ്ടിട്ട് ഞാനിവിടെ ഇല്ല, ഞാൻ മുങ്ങിയെന്ന് നീ വിചാരിച്ചോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും, നിന്നെപ്പറ്റി അങ്ങനെ വിചാരിക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല, നീ വണ്ടിയിൽ നിന്ന് കൈയെടുക്കുക എന്ന് രേവതി പറയുന്നുണ്ട്. എന്നാൽ ആന്റണി മടിച്ചു നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ രേവതി ആന്റണി കരണം നോക്കി തന്നെ ഓർണം കൊടുക്കുകയും ആന്റണി തിരിച്ച് രേവതിയെ തല്ലാനായിട്ട് ഒരുങ്ങുന്നുണ്ടെങ്കിലും അതെല്ലാം തന്നെ തടുത്ത് വീണ്ടും ആന്റണിയുടെ കരണത്തിന് നോക്കി തന്നെ രേവതി തല്ലുന്നുണ്ട്. ആ ഒരു സമയം തന്നെ ആന്റണിയുടെ ഗുണ്ടകൾ അങ്ങോട്ടേക്ക് വരികയും വണ്ടിയുടെ കീ ഊരാൻ ശ്രമിക്കുകയും ചെയ്യുന്ന നേരത്ത് രേവതി വേഗം അവിടെയുള്ള ഇഷ്ടിക എടുത്ത് ഇരുവരെ എറിയാൻ ശ്രമിക്കുകയാണ് കേട്ടോ. അങ്ങനെ പേടിച്ച് 2 ഗുണ്ടകൾ പോവുകയും ആന്റണിയെയും നിർബന്ധിച്ച് തന്നെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് പോവുകയും ചെയ്യുന്ന ആന്റണി ആണെങ്കിലോ ഇതിനെല്ലാം തന്നെ തിരിച്ച് ഞാൻ പ്രതികാരം വീട്ടിയിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ്. ഇതേ സമയം തന്നെ വർഷയാകെ സങ്കടപ്പെട്ടിരിക്കുന്ന കാഴ്ച കണ്ടുകൊണ്ട് തന്നെ സച്ചി, ഇനിയിപ്പോൾ എന്തായിരിക്കും ഇവളെന്താ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കും, ഇവളോട് സങ്കടപ്പെടുന്നാണല്ലോ പറഞ്ഞിരിക്കുന്ന ഡോക്ടർ, പിന്നെ എന്തായിരിക്കും ഇങ്ങനെ ചിന്തിച്ച് കൂട്ടുന്നതൊക്കെ ചിന്തിക്കുന്ന സമയത്താണ് രേവതി അങ്ങോട്ടേക്ക് വരുന്നത്. രേവതിയെ കാണുമ്പോൾ തന്നെ സച്ചി പറയുന്നുണ്ട്, വർഷ എന്തൊക്കെയോ കാര്യങ്ങൾ സങ്കടപ്പെട്ട് ചിന്തിക്കുന്നുണ്ടെന്നൊക്കെ പറയുമ്പോഴത്തേക്കും അവക്കടെ സങ്കടം എന്നത് ആ കുഞ്ഞാണെന്ന് രേവതി മറുപടി പറയുന്നുണ്ട്. അവളോട് സങ്കടപ്പെടുന്ന ഡോക്ടർ പറഞ്ഞാലേ പിന്നെ എന്തിനാ ഇങ്ങനെയൊക്കെ ചിന്തിച്ച് കൂട്ടുന്നത്, അവളെ സന്തോഷിപ്പിക്കാൻ എൻ്റെ കയ്യിലൊരു സൂത്രമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വർഷയുടെ അടുത്തേക്കായിട്ട് സച്ചി എന്നതിന് ശേഷം ഒരു വളിച്ച കോമഡി അങ്ങോട്ട് പറയാട്ടെ. ഇത് കേൾക്കുമ്പോഴത്തേക്ക് രേവതി മനസ്സോട് കൂടി ചിരിക്കുന്നുണ്ടെങ്കിലും വർഷ പറയാണ്, സച്ചേട്ടന് എന്തോ പറ്റിയിട്ടുണ്ട് രേവതി ചേച്ചി, സച്ചേട്ടൻ എങ്ങനെ ഡോക്ടറെ കൊണ്ട് കാണിച്ച് ട്രീറ്റ്മെന്റ് ചെയ്യാൻ ശ്രമിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് വർഷ അവിടെ നിന്ന് പോവാണ്. സച്ചി ആണെങ്കിൽ ആകെ ചമ്മി നാണം കെട്ട് നിൽക്കാട്ടെ. ഈ ഒരു സമയത്ത് രേവതി പറയുന്നുണ്ട്, അതിലും വലിയൊരു തമാശ ഞാൻ സച്ചേനോടായിട്ട് പറയാം, ഞാനിങ്ങനെ വരുന്ന സമയത്ത് ആന്റണിയെ കണ്ടു, ആന്റണി എൻ്റെ വണ്ടിയിൽ പിടിച്ച് നിൽക്കുകയായിരുന്നു, അവരുടെ കൈ മാറ്റാൻ പറഞ്ഞിട്ട് അവൻ കൈ മാറ്റില്ല, ഞാൻ അവനെയും അവൻ്റെ ഗുണ്ടകളെയും എല്ലാം തന്നെ അവിടുന്ന് തറ പറ്റിച്ചു, എങ്ങനെയുണ്ട് എൻ്റെ കോമഡി എന്ന് പറഞ്ഞിട്ട് രേവതി അവിടുന്ന് പോകുന്നുണ്ട്. എന്നാൽ ഇതിൻ്റെ സീരിയസ്നെസ് മനസ്സിലായിക്കൊണ്ട് തന്നെ സച്ചി, ഇനിയിപ്പോൾ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്, അവൻ എന്തിനായിരിക്കും വീണ്ടും മുന്നിട്ടിറങ്ങിയിരിക്കുന്നതെന്നൊക്കെ ആലോചിച്ച് നിൽക്കുകയാണ്. ആ ഒരു ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.